ഹലോ, നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയെ ഒരു മാസം മുമ്പേ എടുത്തു വെച്ചിരുന്നതാണ് കേട്ടോ. ഈ കഴിഞ്ഞ ഒരു മാസക്കാലം ഞാൻ ഇട്ടുകൊണ്ടിരുന്ന വീഡിയോകളുടെ ഇടയിൽ മുങ്ങിപ്പോയ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ ഈ പുതിയ കോണ്ടന്റ് വരുമ്പോൾ പഴയതിനെ മറക്കും എന്നല്ലേ, പക്ഷെ മറന്നതല്ല, ഇടയ്ക്ക് ഞാൻ എവിടെയോ എഡിറ്റ് ചെയ്യാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. പിന്നീട് ഞാൻ നോക്കിയപ്പോഴാണ് ഈ വീഡിയോ ഒക്കെ പല തട്ടിലായിട്ട് കിടക്കുന്നത് കണ്ടത്. എന്നാൽ പിന്നെ കാര്യത്തിലേക്ക് വരാം. അന്നത്തെ ദിവസം ഞങ്ങൾ വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ചായ കുടി കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് നമ്മുടെ പടിഞ്ഞാറ് വശത്തുള്ള മരിയകുരേത്തി പള്ളിയിൽ പെരുന്നാളാണെന്ന് കണ്ടത്. ആ പള്ളിയും അവിടുത്തെ പരിസരവും പിന്നെ അവിടുത്തെ ആഘോഷങ്ങളുമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളീ കണ്ടത് നമ്മുടെ ജെൻസി പിള്ളാരുടെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന കാർലോ അക്വിറ്റസിനെയാണ് കേട്ടോ. പിന്നെ മറ്റൊരു വിശേഷം എന്തെന്നാൽ, ഞങ്ങൾ ഈ പള്ളി വന്നപ്പോഴാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരാളെ കാണാനിടയായത്. അത് മറ്റാരും അല്ലായിരുന്നു, ഞങ്ങളുടെ കല്യാണ കുർബാന ചൊല്ലിയ അച്ഛനായിരുന്നു, ഫാദർ സെബാസ്റ്റ്യൻ. അച്ഛനോട് കുറച്ച് സംസാരിച്ചൊക്കെ നിന്ന് എന്നെ സത്യം പറഞ്ഞാൽ അച്ഛന് മനസ്സിലായില്ലെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ലപോലെ മാറിയെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അച്ഛൻ നമ്മൾ പള്ളിയിലേക്ക് ചെല്ലാനും അച്ഛൻ്റെ ആരാധനയിലൊക്കെ പങ്കെടുക്കാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരിക്കൽ പോകണമെന്ന് കരുതി ഞങ്ങൾ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ പോയത് ഈ ഒരു ഏരിയയിലേക്കാണ്. നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളിലും പള്ളിപ്പെരുന്നാളുകളിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഐറ്റംസ് ആണ് ഈ ഇരിക്കുന്നത്. അങ്ങനെ നാഗവല്ലി തൻ്റെ ആഭരണം കണ്ടപ്പോഴുണ്ടായ ആ ഒരു ആവേശത്തിൻ്റെ പോലെ തന്നെ ഞാനും ഓരോ പൊരിപ്പലഹാരങ്ങളായിട്ട് എടുത്തു തുടങ്ങി. അങ്ങനെ ചേച്ചി നമുക്കതെല്ലാം വില കൂട്ടിയിട്ട് എടുത്തു തന്നു കേട്ടോ. പിന്നെ നേരെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഈ കോഴിക്കോട് ഹൽവയൊക്കെ ഇരിക്കുന്ന കണ്ടോ. ഞാൻ തീരെ മധുരപ്രിയ അല്ലാത്തതുകൊണ്ടിട്ട് വാങ്ങിയില്ല. പിന്നെ നമുക്ക് കുറച്ച് പരിചയമുള്ള പയ്യന്മാരെ കണ്ടായിരുന്നു കേട്ടോ. അവരായിട്ട് കുറച്ച് സംസാരിച്ചൊക്കെ നിന്ന് പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.